കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സുകാരുടെ 6th സെം സബ്ജക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് തോട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മെർക്കന്റിലിസം ആൻഡ് ഫിസിയോക്രസിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വീഡിയോയിൽ ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക് തോട്ടിന്റെ സബ്ജക്ട് മാറ്ററും അതുപോലെ ഇമ്പോർട്ടൻസുമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അടുത്തതാണ് മേജർ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് എക്കണോമിക് തോട്ട്. എക്കണോമിക് തോട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതികളുണ്ട്, അതായത് ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്രോണോളജിക്കൽ അപ്രോച്ച്. മലയാളത്തിൽ കാലക്രമ സമീപനം എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ പേര് പോലെ തന്നെ എന്ന് വെച്ചാൽ എക്കണോമിക് ഐഡിയാസിനെ, സാമ്പത്തിക ആശയങ്ങളെ സമയത്തിനനുസരിച്ച്, അതായത് ഇയർ വൈസ് ആയി തിരിച്ചിട്ട് പഠിക്കുന്ന രീതിയാണ് ക്രോണോളജിക്കൽ അപ്രോച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 1950 എക്കണോമിക് ഐഡിയാസ് പഠിച്ച് കഴിഞ്ഞിട്ട് 1960 എക്കണോമിക് ഐഡിയാസ് പഠിക്കുന്നു. ഈ ഒരു രീതിയാണ് ക്രോണോളജിക്കൽ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ അനലൈസ് ചെയ്യുന്നത് വഴി കണ്ടിന്യൂറ്റി ഉറപ്പാക്കുന്നുണ്ട്. അതായത് സമയത്തിനനുസരിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക് ഐഡിയാസ് ആരംഭിച്ചതിൽ മുതൽ ഇന്ന് വരെ എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നും അവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് ഒരു ഫ്ലോ പോലെ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തതാണ് കൺസെപ്ച്വൽ അപ്രോച്ച്. ഒരു എക്കണോമിക് ഐഡിയ മാത്രം തിരഞ്ഞെടുത്ത്, അതായത് ഒരു എക്കണോമിക് കൺസെപ്റ്റ് മാത്രം തിരഞ്ഞെടുത്ത് അതിന്റെ എവല്യൂഷനെ കുറിച്ച് എന്ന് വെച്ചാൽ അത് പരിണമിച്ചതിനെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് കൺസെപ്ച്വൽ അപ്രോച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക് കൺസെപ്റ്റ് ആയിട്ട് മാർക്കറ്റ് എടുക്കാം. ഇതിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് ആയിരിക്കും, അതായത് മാർക്കറ്റ് സ്വയം പ്രവർത്തിക്കുമെന്നും അവിടെ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ല എന്നതുമാണ്. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ജെയിം കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് എപ്പോഴും സ്വയം പ്രവർത്തിക്കില്ല എന്നും റെസിഷൻ പോലുള്ളവ ഉണ്ടാകുമെന്നും ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമാണ് എന്നതുമാണ്. ഇപ്പോൾ മനസ്സിലായോ? കെയ്ൻസിന്റെ ടൈം ആയപ്പോഴേക്കും എന്ത് ചെയ്തു? മാർക്കറ്റ് എന്ന കൺസെപ്റ്റ് മാറി വന്നു. ഇങ്ങനെ എക്കണോമിക് കൺസെപ്റ്റ് പണ്ടുള്ള കാലം മുതൽ ഇന്ന് വരെ എങ്ങനെ മാറി വന്നു എന്നും മറ്റുള്ള എക്കണോമിക് ഐഡിയാസുമായിട്ട് അതിനെ എങ്ങനെ ബന്ധമുണ്ടെന്നും പഠിക്കുന്ന രീതിയാണ് കൺസെപ്ച്വൽ അപ്രോച്ച്. പഠിക്കാൻ എളുപ്പമായിട്ടുള്ള രീതിയാണ് കൺസെപ്ച്വൽ അപ്രോച്ച്. ഇത് ഐഡിയോളജിക്കൽ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. അടുത്തതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. ഒരു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ എടുത്തിട്ട് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. ഇവിടെ യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള നിയമം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ രാജ്യത്തെ പുതിയ ഇൻഡസ്ട്രീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയുമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഇൻവെസ്റ്റ്മെന്റ് കുറയുമെന്നുള്ള പൊതുവായിട്ടുള്ള, അതായത് ഒരു യൂണിവേഴ്സൽ പ്രൊപ്പോസിഷന്റെ ബേസിലാണ്. ഈ ഒരു രീതിയാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. പൊതുവായിട്ടുള്ള, അതായത് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ എടുത്തിട്ട് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജനറൽ ടു പർട്ടിക്കുലറിൽ നീങ്ങുന്ന ലോജിക്കാണ്. ഈ അപ്രോച്ച് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ്. അടുത്തതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഒരുപാട് സ്പെസിഫിക് ഒബ്സർവേഷൻസ് കളക്ട് ചെയ്ത്, അതായത് പ്രത്യേക നിരീക്ഷണങ്ങളെല്ലാം നടത്തി അതെല്ലാം കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു പുതിയ യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് 3 കടകൾ എടുക്കാം. ആ 3 കടകളിലും കഴിഞ്ഞ മാസം സാധനങ്ങൾക്ക് വില കുറവായതുകൊണ്ട് തന്നെ വിൽപ്പന കൂടുതലായിരുന്നു. എന്നാൽ ഈ മാസം ആ 3 കടകളിലും സാധനങ്ങൾക്ക് വില കൂടുതലായതുകൊണ്ട് തന്നെ വിൽപ്പന കുറവുമായിരുന്നു. ഇത് വെച്ച് ഈ ഡാറ്റകളെല്ലാം ശേഖരിച്ചിട്ട് പ്രൈസ് കൂടുമ്പോൾ വിൽപ്പന കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ വിൽപ്പന കൂടുന്നു എന്ന ഒരു പുതിയ യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു രീതിയാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഇതിന്റെ പേര് പോലെ തന്നെയാണ്, അതായത് പഴയ കാലത്തെ ഹിസ്റ്ററി പഠിച്ചിട്ട് അതിലൂടെ അന്നത്തെ എക്കണോമിക് ഐഡിയാസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഇത് ഫാക്ട് ഫൈൻഡിങ് അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. അടുത്തതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. പഴയ കാലത്തെ ക്ലാസിക്കൽ തിയറീസിനെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ അപ്രോച്ചിന്റെ മെയിൻ എയിം. ഈ അപ്രോച്ചിൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഡക്റ്റീവ് മെത്തേഡിനെയും ഇൻഡക്റ്റീവ് മെത്തേഡിനെയും ഒരുമിപ്പിച്ച് യൂസ് ചെയ്യുന്നു. ഈ അപ്രോച്ച് ലോജിക്കൽ പോസിറ്റിവിസം എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്തതാണ് വെൽഫെയർ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ എക്കണോമിക്സിനെ വെൽഫെയർ ആസ്പെക്ട്സിന്റെ, അതായത് ക്ഷേമത്തിന്റെ കാഴ്ചപ്പാടിലാണ് അനലൈസ് ചെയ്യുന്നത്. ഈ വെൽഫെയർ അപ്രോച്ചിൽ വാട്ട് ഔട്ട് ടു ബി, അതായത് എന്തായിരിക്കണം എന്നതിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യൽ ജസ്റ്റിസ് എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് പബ്ലിക് പോളിസി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനാണ് മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ വെൽഫെയർ അപ്രോച്ച് നോർമറ്റീവ് അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. വെൽഫെയർ അപ്രോച്ചിൽ പ്രധാനമായിട്ടും 4 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, മെയിൻ്റെനൻസ് ഓഫ് ദ സോഷ്യൽ ഓർഡർ ഓൺ വെൽഫെയർ ആക്സിയംസ്. സെക്കൻഡ്, ട്രീറ്റിംഗ് വെൽഫെയർ ആസ് എംപവർമെന്റ്.
Third, considering welfare as expression egalitarianism. Fourth one, pointing welfare as contributing to economic growth. ഇവ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വണ്ണാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. നമ്മുടെ എക്കണോമിക് ബിഹേവിയർ, അതായത് മനുഷ്യന്റെ എക്കണോമിക് ബിഹേവിയർ രൂപപ്പെടുത്തുന്നതിൽ നോൺ മാർക്കറ്റ് ഫാക്ടേഴ്സിനും അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമുള്ള പങ്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലാണ് ഈ അപ്രോച്ച് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നോൺ മാർക്കറ്റ് ഫാക്ടേഴ്സിന് എക്സാമ്പിളാണ് പൊളിറ്റിക്സ്, അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ് ഫാമിലി, മാരേജ്. ഇവ എക്കണോമിക് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ, ഹിസ്റ്ററി, അതുപോലെ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് എന്നിവയുടെ ബേസിലാണ് ഈ അപ്രോച്ചിൽ പഠിക്കുന്നത്. ഈ അപ്രോച്ചിന് ഫൗണ്ടറായിട്ട് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള തോർസ്റ്റീൻ ബേൺ വെബ്ലനെ ആണ് കണക്കാക്കുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് കെയ്ൻസിയൻ അപ്രോച്ച്. സാമ്പത്തിക കാര്യങ്ങളെ മാക്രോ പഠിക്കുന്നത് പോലെ എക്കണോമി ആസ് എ വോൾ, അതായത് മൊത്തത്തിലുള്ള എക്കണോമിയുടെ കാഴ്ചപ്പാടിൽ പഠിക്കുന്ന രീതിയാണ് കെയ്ൻസിയൻ അപ്രോച്ച്. ഇത് മാക്രോ അപ്രോച്ച് എന്നും അഗ്രിഗേറ്റീവ് അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.